നടി ആക്രമിക്കപ്പെട്ട കേസ് ഇപ്പോൾ ഉടൻ തന്നെ അതിൻ്റെ വിചാരണയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഉത്തരവും കാര്യങ്ങളും വരുന്നതാണ്. ഈ ഉത്തരവിൽ ദിലീപിനെതിരായിട്ടുള്ള കാര്യങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണെന്ന് എല്ലാവരും പറയുന്നത്. അത് ഏകദേശം തെളിഞ്ഞതാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ദിലീപ് തന്നെ CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞ ഒരു അപ്പീൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കോടതി തള്ളി. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ ആ ഒരു കേസിൻ്റെ അവസാന ഘട്ടത്തിൽ വന്നിരിക്കുകയാണ്. ഇപ്പോൾ CBI അന്വേഷണം വേണമെന്ന് പറയുകയാണെങ്കിൽ പിന്നെയും ഇതേ കണക്കുണ്ടെങ്കിൽ മാസങ്ങളും വർഷങ്ങളും എടുക്കും. അതൊരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് പറഞ്ഞിട്ടാണ് കോടതി ആ ഒരു അപ്പീൽ തള്ളിയിട്ടുണ്ടായിരുന്നത്. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഏകദേശം ഇതെല്ലാം കണക്കായിട്ടുണ്ട്. എന്താണ് സംഭവം എന്നുള്ളൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്. ദിലീപും ഇതിൽ പെട്ടേക്കാം. അതുപോലെ തന്നെ 8ാം പ്രതിയാണ് ദിലീപ്. എന്നിരുന്നാൽ പോലും ദിലീപിൻ്റെ പങ്ക് വലുതാണെന്ന് എല്ലാവർക്കും ഏകദേശം ഒരു അറിവും കാര്യങ്ങളും ഉണ്ട്. ഇപ്പം ഇടയ്ക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ടർ ചാനലുണ്ടെങ്കിൽ ഈ ഒരു പൾസർ സുനിയുടെ ഒരു ഇൻ്റർവ്യൂ പോലെ എന്ത് ചെയ്യുന്നു ഇവർ ആരും അറിയാതെ ക്യാമറയൊക്കെ വെച്ചിട്ട് റിപ്പോർട്ടർ ചാനൽ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കുറേയധികം കാര്യം ദിലീപിനെതിരെയൊക്കെ പറഞ്ഞുകൊണ്ടെങ്കിൽ പോലും ആ സമയത്ത് ആൾക്കാർ പറഞ്ഞൊരു കാര്യം ഇത് റിപ്പോർട്ടർ ചാനൽ മനഃപൂർവ്വം ദിലീപിനെതിരെ ചെയ്യുന്നതാണെന്നാണ്. അതുപോലെ തന്നെ കുറേയധികം കാര്യങ്ങൾ ആ ഒരു സംഭവം കൊണ്ട് തന്നെ ചർച്ചാ വിഷയവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ദിലീപിന് ഈ ഒരു സംഭവം, അതായത് ഈ ഒരു കേസ് തീർന്നിട്ട് വിധി വരുമ്പോഴത്തേനും ദിലീപ് ഇത് ഭയങ്കരമായിട്ട് ബാധിക്കും, ദിലീപിന് ഇത് പ്രശ്നമാവുമോ എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും കുറേയധികം നടന്മാരൊക്കെ ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദിലീപ് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം തെളിവ് വരുമ്പോൾ, അതായത് കോടതി തന്നെ ഫുൾ ഇത് സമ്മതിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കുമെന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറേയധികം പേര് ദിലീപിൽ വിശ്വാസമുണ്ട്. ദിലീപ് ഇതൊന്നും ചെയ്തിട്ടില്ല, ദിലീപിൻ്റെ ക്യാരക്ടറോ അങ്ങനെ ഒന്നും അല്ലെന്ന്. പക്ഷേ കുറേയധികം പേര് ദിലീപിനെതിരെയും ദിലീപിനെതിരെയും ഭയങ്കരമായിട്ട് ഇത് ദിലീപ് തന്നെ ചെയ്താന്ന് പറയുന്നുണ്ട്. ഇപ്പം ഈ ഒരു വിധി വരുന്ന സമയത്ത് ദിലീപിനെതിരെ അല്ലെങ്കിൽ ദിലീപ് ഇതിനെല്ലാം പങ്ക് ചേർന്നിട്ടുണ്ടോ എന്ന് പറയുകയാണെങ്കിൽ അത് ഭയങ്കരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്ന് പറയാൻ ദിലീപ് ഇത് കുറേയധികം വട്ടം ഇതൊക്കെ നിർത്താൻ ഈ ഒരു കേസ് സ്റ്റേ ചെയ്യാനും അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. കേസിൽ നിന്ന് ഊരിപ്പോകാനെല്ലാം ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നും തന്നെ നടന്നിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഇതിൽ ദിലീപിൻ്റെ ഒരു ഏകദേശം പങ്ക് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇല്ലെങ്കിൽ ഒരിക്കലും ദിലീപ് ഇത് കണക്ക് CBIയുടെ അന്വേഷണം വേണമെന്ന് പറഞ്ഞാൽ അപ്പീൽ പോകുന്ന സമയത്ത് അത് കോടതി തള്ളത്തില്ല. അതുപോലെ തന്നെ കോടതി പറഞ്ഞൊരു കാര്യം ഏകദേശം ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടി പിന്നെ ഒന്നേന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ CBI അന്വേഷണം എന്ന് പറഞ്ഞാൽ അത് ഒന്നേന്ന് തുടങ്ങും. അപ്പം അത് വർഷങ്ങളൊക്കെ പിന്നെയും പോകുന്നതാണ്. അതൊരിക്കലും ശരിയല്ല. ഇപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസം വന്ന ന്യൂസ് എന്ന് പറയുന്നത്, അതായത് അറിയാൻ സാധിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ കണക്ക് ഈ ഒരു കേസ് വിധി പ്രഖ്യാപിക്കാൻ ഉടനെ തന്നെ പോവാണ് എന്നുള്ളൊരു കാര്യമാണ്. എന്തായാലും വിധി പ്രഖ്യാപിക്കുമ്പോൾ നമുക്ക് ഫുള്ളായിട്ട് അറിയാൻ പറ്റും. ആ സമയത്ത് എന്തായാലും അതിനെക്കുറിച്ചൊരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്കത് എൻ്റെ ചാനലിൽ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതിനുവേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കോ.